മാഡ്രിഡ് നഗരത്തിന്റെ തെരുവുകൾ ഇന്നലെ മുതൽ തന്നെ ചൂടുപിടിച്ചിരുന്നു. ബാറുകളിൽ, സ്ക്വയറുകളിൽ, മെട്രോ സ്റ്റേഷനുകളിൽ, തെരുവുകളിൽ ഒരേയൊരു ചർച്ച മാത്രമായിരുന്നു മാഡ്രിഡ് ഡെർബി. ഇത് വെറും ഒരു ഫുട്ബോൾ മത്സരമല്ല. ഇത് ഒരേ നഗരത്തിൽ ജനിച്ച എന്നാൽ രണ്ടായി വിഭജിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ കഥയാണ്. ഒരു വശത്ത് ചരിത്രവും കിരീടങ്ങളും കൊണ്ട് അഭിമാനം നിറഞ്ഞ റയൽ മാഡ്രിഡ്, മറുവശത്ത് പോരാട്ടക്കാരുടെ ചൂടും പൊരുതാനുള്ള മനസ്സും കൊണ്ട് ജീവിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇന്ന് വാണ്ടോ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ ഈ രണ്ടു കൂട്ടരും വീണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. ഓരോ വിസിൽ മുഴങ്ങുമ്പോഴും, ഓരോ ടാക്ലിങ്ങിലും, ഓരോ ഗോളിലും ഈ നഗരത്തിന്റെ ഹൃദയമിടിപ്പ് ഇരട്ടിയാകുമെന്നുറപ്പാണ്. കാരണം ഇതൊരു സാധാരണ മത്സരം മാത്രമല്ല, ഇത് മാഡ്രിഡിന്റെ യുദ്ധ പോരാട്ടമാണ്. ആദ്യ വിസിൽ മുഴങ്ങുന്ന നിമിഷം മുതൽ തന്നെ ആരാധകർക്ക് മനസ്സിലായി ഇത് സാധാരണ മത്സരമല്ലെന്ന്. ഇത് അഭിമാനത്തിന്റെ, ചരിത്രത്തിന്റെ തുടർ പോരാട്ടമാണ്. ഒരു നഗരത്തിന്റെ ഹൃദയമിടിപ്പാണ്. മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് സാബിയുടെ റയൽ മാഡ്രിഡിനെതിരെ ആദ്യ വെടി പൊട്ടിച്ചു. ഗോൾ സ്കോർ ചെയ്തത് റോബിൻലെ നോർമാഡ് ആയിരുന്നു. സിമിയോണിയുടെ ബ്യൂട്ടിഫുൾ ക്രോസിൽ അവൻ എല്ലാവരെയും മറികടന്ന് ഹെഡ് ചെയ്തു. ആ ഹെഡറിന്റെ കരുത്തിൽ പന്ത് നെറ്റിന്റെ അടിത്തറയിൽ പതിച്ചു. വാണ്ട മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയം മുഴുവൻ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. റയലിന്റെ പ്രതിരോധം കണ്ണ് തുറക്കുന്നതിന് മുമ്പ് അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഡെടുക്കുന്നു. സ്കോർ ബോർഡിൽ 1-0. എന്നാൽ വെളുത്ത ജേഴ്സിയിൽ ഇറങ്ങിയവർ എളുപ്പത്തിൽ വഴങ്ങുന്നവരല്ല എന്ന് നമ്മൾ പലതവണ കണ്ടതാണ്. 25-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയുടെ വേഗവും ക്ലാസും ചേർന്നൊരു മൂവ് കണ്ട് ആർദ ഗുള്ളർ അയാളെ ലക്ഷ്യമാക്കി ഒരു പാസ് നീക്കുന്നു. എംബാപ്പെ ഒരൊറ്റ ടച്ചിൽ പന്തുമായി കുതിച്ച് ഒബ്ലാക്കിന് ഒരവസരവും കൊടുക്കാതെ വലയിലേക്ക് എത്തിക്കുന്നു. സ്കോർ ബോർഡിൽ 1-1. 36-ാം മിനിറ്റിൽ വീണ്ടും കഥ മാറി. ഇത്തവണ നായകൻ ആർദ ഗുള്ളറാണ് സ്കോർ ചെയ്യുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ സ്വന്തമായി പന്തുമായി കുതിച്ച വിനീഷ്യസ് ജൂനിയർ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ബോക്സിൽ വെച്ച് 2 ഡിഫൻഡേഴ്സിനെ ഫേക്ക് ചെയ്ത് പന്ത് ആർദ ഗുള്ളറിലേക്ക് കൈമാറുന്നു. എന്നാൽ പന്ത് സ്വീകരിച്ച ആർദ ഗുള്ളർ ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നു. ഒബ്ലാക്കിനെ മറികടന്ന് പന്ത് വീണ്ടും നെറ്റിൽ പതിച്ചു. 2-1. ആ നിമിഷം ആ 19 വയസ്സുകാരൻ ലോകത്തോട് പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്, ഇത് റയൽ മാഡ്രിഡാണ്. 38-ാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസ് എന്ന അർജന്റീന താരം അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഒപ്പമെത്തിച്ചു എന്ന് കരുതിയതാണ്. എന്നാൽ ജൂലിയൻ അൽവാരസിന്റെ മികച്ച ലോങ് റേഞ്ചർ ഷോട്ട് പോസ്റ്റിൽ തട്ടിയാണ് മടങ്ങി വന്നത്. എന്തൊരു മനോഹരമായ ഷോട്ടായിരുന്നു അത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 47-ാം മിനിറ്റിൽ കൊക്കയുടെ അതിമനോഹരമായ ക്രോസിൽ സൊർലോട്ട് ഒരു ഹെഡറിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഒപ്പമെത്തിക്കുന്നു. മത്സരമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാകണം. എന്തൊരു സുന്ദരമായ പോരാട്ടമാണിത്. ഒരു യുദ്ധസമാനമായ പോരാട്ടമാണിത്. ആദ്യ പകുതിയിൽ തന്നെ 4 ഗോളുകൾ പിറന്നിരിക്കുന്നു. എന്നാൽ കഥയുടെ അവസാനം എപ്പോഴും എഴുതപ്പെടാത്തതാണ്. ആരാണ് ഈ മത്സരം വിജയിക്കുക? റയലിന്റെ താരങ്ങൾ അവരുടെ കരുത്തുകൊണ്ട് മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയം കീഴടക്കുമോ? അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തം മൈതാനത്ത് സ്വന്തം ആരാധകരുടെ മുദ്രാവാക്യങ്ങൾക്കിടയിൽ നഗരത്തിന്റെ രാജാക്കന്മാരാകുമോ? കാത്തിരുന്ന് കാണാം. 2-ാം പകുതി തുടങ്ങി. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കഥ മാറി മറയുകയാണ്. മത്സരത്തിന്റെ 50-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് ബോക്സിൽ നിക്കോ ഗോൺസാലസിനെ ആർദ ഗുള്ളർ ഫൗൾ ചെയ്യുന്നു. അതിനാൽ തന്നെ റഫറി ഉടൻ പെനാൽറ്റി വിധിക്കുന്നു. സമ്മർദ്ദം നിറഞ്ഞ നിമിഷമാണിത്. പന്തിന് മുന്നിലെത്തുന്നത് ജൂലിയൻ അൽവാരസ് ആണ്. ഒരു അടിയന്തരമായ നിശബ്ദത സ്റ്റേഡിയത്തിൽ വീണു. എന്നാൽ അൽവാരസ് ചുവട് വെച്ചു. ഒബ്ലാക്കിനെ മറികടന്ന് അതേ ഉറച്ച മനസ്സോടെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. 3-2. അത്ലറ്റിക്കോ മാഡ്രിഡ് വീണ്ടും ലീഡെടുക്കുകയാണ്. എന്നാൽ മത്സരത്തിന്റെ 63-ാം മിനിറ്റിലാണ് മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തെ കോരിത്തരിപ്പിച്ച ആ വണ്ടർ ഫ്രീ കിക്ക് ഗോൾ പിറക്കുന്നത്. ഗോൾ നേടിയത് മറ്റാരുമല്ല, അർജന്റീനയുടെ ഭാവി താരമായ, ഇന്ന് പലപ്പോഴും എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ജൂലിയൻ അൽവാരസ്. എന്ത് മനോഹരമായിട്ടാണ് അയാൾ ആ ഫ്രീ കിക്ക് ഗോളാക്കി മാറ്റുന്നത്. സ്കോർ ബോർഡിൽ 4-2. റയലിനെ കൊന്നൊടുക്കിക്കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തം മൈതാനത്ത് മുന്നേറുകയാണ്.
അതിനിടയിൽ റയൽ മാഡ്രിഡ് സർവ്വതും പായറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഗോളൊന്നും സ്കോർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഡിഫൻസിനെയും പരാജയപ്പെടുത്താനും സാബിയുടെ റയൽ മാഡ്രിഡിന് സാധിക്കുന്നില്ലായിരുന്നു. സാബിയുടെ റയൽ മാഡ്രിഡ് ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങൾ ജയിച്ചുവെങ്കിലും ഇന്നിതാദ്യമായി ഒരു തോൽവിയിലേക്ക് കുപ്പുകുത്താൻ ഒരുങ്ങുകയാണ്. ഗോളുകൾ മടക്കിയെടുക്കാൻ ഫ്രാങ്കോയും റോഡ്രിഗോയും ഒക്കെ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ മധ്യനിരയിൽ നിന്ന് റയൽ മാഡ്രിഡ് നഷ്ടപ്പെടുത്തിയ പന്ത് പിടിച്ചെടുത്ത അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങൾ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുകയാണ്. ഒടുവിൽ ആ പന്ത് ഗ്രീസ്മാനിലേക്ക് എത്തുകയാണ്. പകരക്കാരനായി വന്ന ഗ്രീസ്മാൻ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ആ ഗോൾ സ്കോർ പട്ടിക പൂർത്തിയാക്കുകയാണ്. സ്കോർ ബോർഡിൽ 5-2. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയം ഒരാഘോഷക്കടലായിരുന്നു.